നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഷാജഹാന് പറ്റിയ പറ്റ് ഇനി ഒരു പ്രവാസിക്കും സംഭവിക്കരുത്. ഇതൊരു മുന്നറിയിപ്പാണ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ ബിയിലെ കസേരയിലിരുന്ന് അരമണിക്കൂർ ഉറങ്ങിയത് മാത്രമാണ് ഷാജഹാന്റെ ഏക ഓർമ്മ. അങ്ങനെ കണ്ണു തുറന്നപ്പോൾ വിമാനം അതിന്റെ വഴിക്ക് പോയി. അരമണിക്കൂറത്തെ ഉറക്കത്തിന്റെ ഫലമായി ഷാജഹാൻ ഇന്നലെ രാത്രിയും ഉറങ്ങിയത് ദുബായ് വിമാനത്താവളത്തിലാണ്. വിസ റദ്ദായതിനാലും എമിഗ്രേഷൻ പൂർത്തിയായതിനാലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഷാജഹാന് ഇന്ന് രാത്രി കൂടി വിമാനത്താവളത്തിലെ കസേരയെ ആശ്രയിക്കേണ്ടി വരുന്നതായിരിക്കും. ഞായറാഴ്ച പുറപ്പെടുന്ന എമിറേറ്റ്സ് വിമാനത്തിൽ നാട്ടിലേക്ക് പോകാമെന്ന പ്രതീക്ഷയിൽ ദുബായ് വിമാനത്താവളത്തിൽ ഉറക്കം നഷ്ടപ്പെട്ട് കാത്തിരിക്കുകയാണ് ഷാജഹാൻ. 6 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാടണയാൻ കൊതിച്ചാണ് തിരുവനന്തപുരം കാട്ടാക്കട അഹദ് മൻസിലിൽ ഷാജഹാൻ രാവിലെ 8-ന് വിമാനത്താവളത്തിലെത്തിയത്. KMCC ആദ്യമായി ചാർട്ട് ചെയ്ത എമിറേറ്റ്സിന്റെ ജംബോ വിമാനത്തിൽ പുറപ്പെടാനായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത്. വൈകുന്നേരം 5 മണിക്കായിരുന്നു വിമാനം. 4:30 വരെ കണ്ണു തുറന്നിരുന്നതായി ഓർമ്മയുണ്ട്. പിന്നീട് മയങ്ങിപ്പോയി. ആ മണിക്കൂർ കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ കൂടെയുണ്ടായിരുന്ന യാത്രക്കാരെയൊന്നും കാണാനില്ല. അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് താൻ പോകേണ്ടിയിരുന്ന ചാർട്ടേഡ് വിമാനം പറന്നുവെന്ന വിവരം. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഷാജഹാൻ അധികൃതരുമായി ബന്ധപ്പെട്ടു. എമിഗ്രേഷൻ പൂർത്തിയായതിനാലും വിസ റദ്ദാക്കിയതിനാലും പുറത്തിറങ്ങാൻ പറ്റില്ലെന്നായിരുന്നു അധികൃതരുടെ മറുപടി. ഒടുവിൽ KMCCയുടെ ഇടപെടലിനെ തുടർന്ന് അടുത്ത വിമാനത്തിൽ നാട്ടിലെത്തിക്കാമെന്ന് അധികൃതർ അറിയിച്ച ആശ്വാസത്തിലാണ് ഷാജഹാൻ. ഞായറാഴ്ചയാണ് എമിറേറ്റ്സിന്റെ അടുത്ത വിമാനം. ടിക്കറ്റ് റദ്ദാക്കിയതിന്റെ പിഴ തുക നൽകേണ്ടി വരും. ഭക്ഷണമാണ് പ്രശ്നം. ടെർമിനലിൽ ഉള്ളതിനാൽ മറ്റുള്ളവർക്ക് പ്രവേശനമില്ല. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ മുതലാക്കുകയുമില്ല. എങ്കിലും കഴിച്ചേലേ പറ്റൂ എന്ന് ഷാജഹാൻ പറയുന്നു. ടിക്കറ്റ് കൺഫേം ആകാത്തതിനാൽ ശനിയാഴ്ച രാത്രിയും ഇതിനായുള്ള അന്വേഷണത്തിലായിരുന്നു. ആയതിനാൽ ഉറങ്ങാനും കഴിഞ്ഞില്ല. പുലർച്ചെ തന്നെ അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട് ദുബായിൽ എത്തുകയും ചെയ്തു. അതിനാലാണ് ഉറങ്ങിപ്പോയതെന്ന് 53-കാരനായ ഷാജഹാൻ പറയുന്നു. അങ്ങനെ 6 വർഷമായി അബുദാബിയിലാണ് ജോലി. പണി കുറവായതിനാലാണ് വിസ റദ്ദാക്കി നാട്ടിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചതും. ആളെ കിട്ടാത്തതിനാൽ ഷാജഹാന്റെ ലഗേജും ഇവിടെ നിന്ന് അയച്ചിട്ടുമില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.